ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നലെ നമ്മൾ പെപ്ലം ടോപ്പിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ട, നമ്മൾ ഫുൾ സ്ലീവ് കൈയാണ് അടിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ബി കഴുത്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക് ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബാക്കിലേക്ക് ഇതേപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ ബാക്ക് ഭാഗം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെന്ത് നല്ല വശം അടിയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ കൊടുത്തത് തെറ്റിപ്പോയി. അപ്പോഴാണ് നമുക്ക് മറിക്കുന്ന സമയത്ത് ചീത്ത വശത്തേക്ക് നല്ല ഭാഗം വരുള്ളൂ. അതായത് ബാക്കിൽ ചീത്ത വശമാണല്ലോ വരിക, ഉള്ളിൽ. അപ്പോൾ അതിലേക്ക് നല്ല വശം വരുള്ളൂ. അപ്പോൾ നമ്മളതിങ്ങനെ നല്ലൊരു പീസായിട്ട് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് കഴുത്ത് അടിച്ചു കൊടുക്കുക. ഈ വീഡിയോസിൽ കാണുന്ന പോലെ റൗണ്ട് കഴുത്താണ് നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് എടുത്തിട്ടുള്ളത്. അതങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിനായിട്ടൊരു തുണി കാര്യങ്ങളൊന്നും വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാലൻസ് വരുന്ന തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ടോപ്പ് നമുക്ക് തയ്ച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിതിൽ വീഡിയോസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മളങ്ങനെ കഴുത്ത് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യാം, ആ ഒരു പീസിൻ്റെ അടിച്ച ഭാഗത്തേക്ക് തൊടാണ്ട് അതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു 1/2 ഇഞ്ച് ഇതിൽ ആ ഒരു ഭാഗം അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ട, ഈ വീഡിയോസിൽ കാണുന്നതേപോലെ തന്നെ ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഓരോ വെട്ടും ഇങ്ങനെ കൊടുക്കുക. കാരണം ഇതുപോലെ കൊടുക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് ആ കഴുത്തിൻ്റെ ഭാഗം കൊണ്ട് മറിക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ വെട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് വേണം നമ്മളിങ്ങനെ കട്ടിങ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റോട് കൂടെ തന്നെ നമുക്കിങ്ങോട്ട് ഉള്ളിലേക്ക് മറിക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ കട്ടിങ് കൊടുക്കുന്നത്. ഇനി നമ്മളത് ഉള്ളിലേക്ക് മറിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പം നന്നായി പതിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്ക് ഭാഗം നമുക്ക് അങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം തയ്ച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഇനി ഫ്രണ്ട് ഭാഗത്തെ പീസ് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്ക് അടിച്ച പോലെ തന്നെ വി കഴുത്തായ കാരണം നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ വേല കൂടെ അങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തിട്ട് അത് വെട്ടി കളഞ്ഞതിന് ശേഷം ഓരോ വെട്ടുകളിട്ടിട്ട് അതും നമ്മൾ വീണ്ടും അടിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ ഒരു വി കഴുത്ത് നമ്മൾ പതിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിലേക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അനാർക്കലി മോഡലിൽ വരുന്ന ആ ഒരു കുനിപ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പീസിൽ നമുക്ക് എത്രത്തോളം ചുളിവാണോ ആ ഒരു പീസിൽ കൊള്ളണമെന്നുള്ള രീതിയിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചുളിവിട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ചുളിവിട്ട് കൊടുത്താൽ മതി. അതായത് കുറച്ചങ്ങോട്ട് നീട്ടിയിട്ട്
നമുക്ക് എത്രത്തോളം ഏകദേശം ആ ഒരു തുണിയിൽ ചുളിവ് കൊള്ളുന്നുള്ള രീതിയിൽ നമ്മൾ ചുളിവ് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഫ്രണ്ട് ബാക്കും ആണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്രണ്ട് ഭാഗത്ത് അടിയിൽ പ്രില്ലും കൂടെ വരണം. അപ്പോൾ നമ്മൾ ആ ഒരു തുണിയിൽ എത്രത്തോളം പ്രില്ല് നമുക്ക് കൊള്ളുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രില്ല് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ആദ്യം ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് കൂടുതലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രില്ല് കളയുക. അതല്ല കുറവാണെന്ന് വെച്ചെങ്കിൽ 2-3 പ്രില്ലും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഞാൻ ചെയ്യുന്ന ആ ഒരു ഇതിൽ നിങ്ങളും ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് അധികം ചുളിവ് നിങ്ങൾക്ക് കിട്ടും. കാരണം അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഏകദേശം ഒരു അളവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇനി നമ്മളത് വെച്ച് നോക്കുക. അതായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. കണ്ട, അതിൻ്റെ സെൻറ്ററും ഈ ഒരു സെൻറ്ററും കൂടെ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കൊണ്ട് പതിച്ച് കൊടുക്കുക. അപ്പം എനിക്കിത് കറക്റ്റായിട്ട് കിട്ടി. അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പം എനിക്കിപ്പോൾ അത് കൂട്ടേണ്ടതും കുറക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ഫ്രില്ലിട്ടപ്പോൾ ഏകദേശം സെയിം ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ബാക്കിലാണ് ഫ്രില്ലിട്ടപ്പോൾ ഒന്ന് കുറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ 1-2 ഫ്രില്ല് അയച്ചിട്ട് അത് ശരിയാക്കുകയും ചെയ്ത്. അപ്പോൾ ഇന്ന് നമ്മളത് അവിടെ നിന്ന് കൊണ്ട് പതിച്ച് അടിച്ചു കൊടുക്കുക. കണ്ട, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ തന്നെയാണ് നമ്മൾ ബാക്കിലും തുടരേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ചുളിവിട്ടിട്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് ഭാഗം മനസ്സിലായപ്പോൾ തന്നെ ബാക്ക് ഭാഗവും അതെ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിന് അനുസരിച്ചിട്ടുള്ള ബോയും അതുപോലെ തന്നെ സ്ക്രഞ്ചീസും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതേപോലെ ബാക്കും നമ്മൾ പ്രില്ലിട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് ഇതേപോലെ വെച്ചിട്ട് ആ ബാക്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു കുറച്ചൊരു ഇത് തോന്നി. അപ്പോൾ ഞാൻ 1-2 പ്രില്ല് ഞാൻ അയച്ചിട്ട് അത് അവിടെ നിന്ന് കൊണ്ട് ശരിയാക്കിയിട്ട് അത് ഞാൻ ക്ലിയർ ചെയ്ത്. നമ്മുടെ ബാക്കും ഫ്രണ്ടും അങ്ങനെ ഫ്രില്ലിട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2ൻ്റെ ഷോൾഡർ പൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് കൈയാണ്. കൈ വെട്ടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യട്ടാം. ഇപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമ്മൾ 2 കൈയും വെച്ചെടുത്ത് ഇനി കൈയിൻ്റെ അടിയിൽ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ തയ്ച്ചു കൊടുക്കണം. അതേപോലെ തന്നെ മറ്റേ കൈയും ഒരു 1/2 ഇഞ്ച് വീതിയിൽ മറ്റേ ഭാഗവും നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ 2 കൈയും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊത്തത്തിൽ ബോഡി പാർട്ട് അളവെടുത്തിട്ട് നമ്മൾ പൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം എൻ്റെ മുകളിലൊരു അളവിനാണ് അടിച്ചിട്ടുള്ളത്. അതിന് മുന്നേ അടിയിലും ഇതേപോലെ നമ്മൾ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് പൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഒരു ചെറിയൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ
ചെറുതായിട്ടൊന്ന് പഠിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ ഏതൊരാൾക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിത് മോളിട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് 1-2 കസ്റ്റമർ നമ്മളോട് ഓർഡർ എടുത്തിട്ടുണ്ട്. അവർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.